ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ ദ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് കണ്ടു. അതിൻ്റെ ഫോംസ് കണ്ടു. രണ്ട് ഫോംസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് എസ് ഉള്ള ഫോം, എസ് ഇല്ലാത്ത ഫോം. എസ് ഉള്ള ഫോം തേർഡ് പേഴ്സൺ സിംഗിളിൽ മാത്രം, ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും എസ് ഉള്ള ഫോം. ഇത് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ നെഗറ്റീവ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് നമ്മൾ നോക്കുന്നുണ്ടല്ലോ, ഈസ് ഗോയിങ്, ഈസ് നോട്ട് ഗോയിങ്, അത്രേ ഉള്ളൂ. സിമ്പിൾ, വളരെ സിമ്പിളാണ്. പക്ഷേ ഇവിടെ ഒരു രസകരമായ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഈ ക്രിയ ഒറ്റ വാക്കാണ്, രണ്ടല്ല. ഇതിനകത്ത് ഒരു മെമ്പറേ ഉള്ളൂ. മറ്റങ്ങനെയല്ല. ഈസ് ഗോയിങ് രണ്ട് മെമ്പേഴ്സ് ഉണ്ട്, ഇതിനകത്ത് ഒരു മെമ്പറേ ഉള്ളൂ. ഇത് കണ്ടോ, ലൈക്സിനകത്തേക്കും ഒരു മെമ്പറേ ഉള്ളൂ. ഈ ഒരു മെമ്പർ വെച്ച്, ഒരു മെമ്പർ മാത്രമുള്ള വെർബ്, ഒരു ടെൻസ്, അതിനെ നെഗറ്റീവ് ആക്കാൻ പറ്റത്തില്ല ഇംഗ്ലീഷിൽ. അത് നെഗറ്റീവ് ആക്കണമെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു, ഐ ലൈക്ക് പ്ലേയിങ് ഫുട്ബോൾ. എനിക്ക് ഫുട്ബോൾ കളിക്കുന്നത് ഇഷ്ടമാണ്. എപ്പോഴും എനിക്ക് ഇഷ്ടം വരികയല്ലോ, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇഷ്ടമില്ലായ്മ വരികയില്ല. അപ്പോൾ എങ്ങനെ പറയും? ഐ നോട്ട് ലൈക്ക് പ്ലേയിങ് ഫുട്ബോൾ. അങ്ങനെ പറയാൻ പറ്റിയില്ല. ഐ നോട്ട് ലൈക്ക് പ്ലേയിങ് ഫുട്ബോൾ. അതുപോലെ തന്നെ ഹി നോട്ട് ലൈക്സ് പ്ലേയിങ് ഫുട്ബോൾ, അതും പറയാൻ പറ്റിയില്ല. അങ്ങനെ പറയുന്നത് അതല്ല എൻ്റെ ഒരു രീതി. പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. ആരും നമ്മളെ തടസ്സപ്പെടുത്താനൊന്നും പോകുന്നില്ല, അതല്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ സിംഗിൾ വേർഡ് ടെൻസ്, അങ്ങനത്തെ രണ്ടെണ്ണേ ഉള്ളൂ ഇംഗ്ലീഷിൽ. ഒന്ന് സിമ്പിൾ പ്രസൻറ്റ് ടെൻസും ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസും. അത് പാസ്റ്റിൽ വരുമ്പോൾ നമുക്ക് പറയാം. ഇപ്പം തൽക്കാലം സിമ്പിൾ പ്രസൻറ്റിൽ നിൽക്കാം. ഇപ്പം ഒറ്റ വാക്ക്, ടെൻസിന് ഒരു വാക്കേ ഉള്ളൂ. അല്ലെങ്കിൽ സിംഗിൾ, SINGL, സിംഗിൾ എന്ന് പറയല്ലേ, മാരീഡ് സിംഗിൾ എന്നൊക്കെ പറയല്ലേ. ഇതൊരു ബാച്ചിലർ ടെൻസാണ്. ബാച്ചിലർ എന്ന് വെച്ചാൽ കല്യാണം കഴിക്കാത്തതെന്നൊക്കെ നമ്മൾ പറയില്ല. അത് കാരണം ഒറ്റയ്ക്ക് നിൽക്കുക, ഒറ്റ വാക്കേ ഉള്ളൂ. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ, നമ്മൾ ഈ തുടക്കത്തിൽ നമ്മൾ ഒരാളെ പരിചയപ്പെട്ടില്ലേ, നമ്മൾ ആ അദ്ദേഹത്തിൻ്റെ സഹായം തേടും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഈ ലൈക്ക് എന്ന് പറയുന്നത്, അത് നമ്മൾ ലൈക്ക് ഇങ്ങനെ ലൈക്ക് അതിൻ്റെ ഇടതുവശത്ത് ഒരു ഡു ചേർക്കും. ഇതാ, അപ്പോൾ അതെങ്ങനെ വരും? ഡു ലൈക്ക് എന്നായി. ആ ഡു ചേർക്കുക എന്ന് പറയാൻ നമ്മൾ ഇൻസർട്ട് ചെയ്യാന്ന് പറയുന്നത്. ഇൻസർട്ട് ചെയ്യാന്ന് പറയുന്നത് അറിയത്തില്ലേ? നമ്മൾ പാൻസ് ഒക്കെ ഇട്ട് വെച്ച് ഷർട്ട് ഇൻസർട്ട് ചെയ്യുക. അപ്പം ഇവിടെ നമ്മളിത് കൊണ്ടുവരുവാണ്. എവിടെ നിന്നാണ് കൊണ്ടുവരുന്നതൊക്കെ ചോദിച്ചാൽ അതിന് ഒത്തിരി ചരിത്രമുണ്ട്. അത് പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഡു ലൈക്ക് ഇതായി. ഇനി ഈ ലൈക്സ് എന്ന് പറയുന്നത് അതിന് ഇത് തന്നെയാണ്. ഡു കൊണ്ടുവരിക എന്നിട്ട് ലൈക്സ് നാക്കുക. ലൈക്ക് ഒരു എസ് ഉണ്ട് ഇവിടെ, ലൈക്സ് തേർഡ് പേഴ്സൺ സിംഗുലർ ആകുമ്പോൾ എസ് ഉണ്ട്. ഇനി നമുക്കിതിനെ നെഗറ്റീവ് ആക്കാം. എന്ത് ചെയ്യണം? ഇതിൻ്റെ മധ്യത്തിലോട്ട് നോട്ട് ചേർത്താൽ മതി. നെഗറ്റീവ് വേർഡ് നോട്ടല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും, ഡു നോട്ട് ലൈക്ക്. കണ്ടോ, അങ്ങനെ കിട്ടും. അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഡോണ്ട് ലൈക്ക്. നമ്മൾ എഴുതിയല്ലേ, ഡോണ്ട്. ഈ ഓ കളഞ്ഞ ചവിട്ടി അപ്പസ്ട്രോഫി ഇട്ടിട്ട് ഡോണ്ട്. അപ്പോൾ നെഗറ്റീവായി. ഇനിയിപ്പോൾ സിമ്പിളായി. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ നെഗറ്റീവ് ഏതാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ അതിന് ഇടതുവശത്തൊരു ഡു ചേർക്കണം. മനസ്സിലായി? ഇത് വേറൊരു രണ്ടാമത്തെ നമുക്ക് ഇങ്ങനെ ചേർക്കില്ല. ഡു നോട്ട് ലൈക്സ് എന്ന് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? അതിൻ്റെ കാര്യം ഇവിടെ ടെൻസിന് മാർക്കറൊന്നുമില്ല. മാർക്കർ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചേർക്കുന്നില്ല അതിൻ്റെ അവസാനം. പക്ഷെ ഇവിടെ ഒരു മാർക്കറുണ്ട്. മാർക്കർ ഇതെന്നോ, ടെൻസ് മാർക്കർ എന്നാണ് പറയുന്നത്. ടെൻസ് മാർക്കർ. അത് നമ്മൾ ഇനി ഈ വാക്ക് ഒത്തിരി ഉപയോഗിക്കേണ്ടി വരും. ടെൻസ് മാർക്കർ, അതായത് ടെൻസ് എന്നുള്ളതിൻ്റെ അടയാളം. മാർക്കർ എന്ന് പറഞ്ഞാൽ അടയാളം എന്നർത്ഥം.
ഇതൊരു ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് 2 ഫോംസ് ഉണ്ട്. ഒരു ഫോമിന് ടെൻസ് മാർക്കർ ഇല്ല, പക്ഷെ രണ്ടാമത്തെ ഫോമിന് ടെൻസ് മാർക്കർ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ ടെൻസ് മാർക്കർ ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. ഇവിടെ ഒരു ഡു വന്നു കഴിയുമ്പോൾ അപ്പം എന്താ ചെയ്യുന്നത്? അതൊക്കെ നിയമങ്ങളാണ്, ഭാഷയുടെ നിയമങ്ങളാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ടെൻസ് മാർക്കറിനെ ഇവിടുന്ന് എടുക്കും. ഇവിടുന്ന് എടുത്തിട്ട് ഈ ഡൂവിൻ്റെ കൂടെ ചേർക്കും. ഇതുണ്ടോ ഇങ്ങനെ. അപ്പോൾ ഇത് ഡസ് നാവും, DOES നാവും. ഉദാഹരണം പറയുന്നത് ഗോ, അതിൻ്റെ തേർഡ് പേഴ്സൺ സിംഗുലർ ഫോം എന്നതാ? ഗോസ്, GOES എന്തോ ES വരുന്നില്ല. അതുപോലെ ഡു, ഓയിൽ അവസാനിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ S ചേർക്കുമ്പോൾ അത് DOES, ഡസ് നാവും. അപ്പോൾ ഇതിവിടെ എസ് ഇല്ല ഇവിടെ, അപ്പം ഡസ് ലൈക്ക് എന്നായി. ഇനി ഇതിനെ നെഗറ്റീവ് ആക്കാം, ഡസ് നോട്ട് ലൈക്ക്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് DOES N''T doesn't like. ഇതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നെഗറ്റീവ് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പം സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നെഗറ്റീവ് ആദ്യം മനസ്സിലാക്കേണ്ട, സിമ്പിൾ പ്രസന്റ് ടെൻസിന് 2 ഫോമുണ്ട്. ഒന്ന് ടെൻസ് മാർക്കർ ഇല്ലാത്തതിനെ അങ്ങനെ പറയാമല്ലോ, അതായത് ഒന്നുമില്ല. രണ്ടാമത് ടെൻസ് മാർക്കർ ഉള്ള. ഇപ്പം സിമ്പിൾ പ്രസന്റ് ടെൻസിൻ്റെ ടെൻസ് മാർക്കർ ഏതാ? എസ് ആണ് സിമ്പിൾ. ഉള്ള ഫോമിനകത്ത് എസ് ആണ്. നെഗറ്റീവ് ആക്കണമെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമുക്ക് ഡൂവിൻ്റെ സഹായം വേണം. ഞാൻ പറയില്ലേ, ഡു ആദ്യത്തെ ക്ലാസ്സിൽ പറയുന്നത് ഡു എന്ന് പറയുന്ന ഒരു സഹായ ക്രിയയാണ്, ഓക്സിലറി വെർബ് എന്ന് ഞാൻ പറയില്ലേ. ഇത് ഒത്തിരി സ്ഥലത്തിൻ്റെ ഉപയോഗം വരും. സഹായിക്കാൻ പറ്റുന്നത്, നമ്മളെ സഹായിക്കാൻ. കാരണം ഈ ഒറ്റ വാക്കുള്ള ടെൻസ്, അല്ലെ ബാച്ചിലർ ടെൻസ്, അല്ലെ കല്യാണം കഴിക്കാത്ത ടെൻസ് എന്നൊക്കെ പറയാം. എന്തെങ്കിലും തമാശയായിട്ട് വേണേൽ പറയാം, തമാശ ആണെങ്കിൽ. അതെ. അപ്പം ഒറ്റ വാക്കുള്ള ടെൻസുകളെ നമുക്ക് ഒന്നേ ചെയ്യാൻ പറ്റിയില്ല. ഒരു മാറ്റങ്ങൾക്ക് വിധേയരല്ല അവർ. നമ്മൾ പറയല്ലോ, പൊതിക്കാത്തൊരു തേങ്ങ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനല്ലാതെ എന്നത്തുള്ളത്, അത് പൊതിക്കണം അല്ലേ, എന്നിട്ടത് പൊട്ടിക്കണം. പൊട്ടിച്ചെങ്കിലേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇത് ഇങ്ങനെ ഒറ്റ വാക്കാണ്. ഇപ്പോൾ ഒറ്റ വാക്കുള്ള ഈ ടെൻസ് അതിനെ നെഗറ്റീവ് ആക്കാൻ പറ്റിയല്ല, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റിയല്ല, WH ക്വസ്റ്റ്യൻ ഉണ്ടാകാൻ പറ്റിയല്ല, ഒന്നും പറ്റിയല്ല. അപ്പോഴേ ഇതിൻ്റെ സഹായം വേണം. ആരുടെ സഹായം? ഡൂവിൻ്റെ സഹായം വേണം. അപ്പം ഡു എഴുതി കഴിയുമ്പോൾ ലൈക്ക് എന്നുള്ളത് ഡു ലൈക്ക് ആകും. അതുപോലെ തന്നെ ലൈക്സ് എന്നുള്ളത് ഡു ലൈക്സ് എന്നാകും. പക്ഷേ ലൈക്സ് എസ് ടെൻസ് മാർക്കറാണ്. ഇത് ടെൻസിൻ്റെ അടയാളം, മനസ്സിലായോ? ടെൻസിൻ്റെ അടയാളം. അപ്പം ആ ടെൻസിൻ്റെ അടയാളം അല്ലെങ്കിൽ ടെൻസ് മാർക്കർ, ഇത് ഈ ടെൻസ് മാർക്കർ ഈ വെർബിൻ്റെ അവസാനത്ത് നിന്ന് എടുക്കണം. എടുത്തിട്ട് സഹായം ചെയ്യാൻ വന്ന പുള്ളിയുടെ കൂടെ ചേർക്കണം. അപ്പോൾ ഡു എന്നുള്ളത് ഡസ് ആവും. പിന്നെ നമുക്കിനി എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഡു നോട്ട് ലൈക്ക് എന്നുള്ളത് ഡു നോട്ട് ലൈക്ക്, എൻ്റെ ഷോർട്ട് ഫോം ഡോണ്ട് ലൈക്ക്. അതുപോലെ ലൈക്സ് എന്നുള്ളത് ഡസ് നോട്ട് ലൈക്ക്, പിന്നെ എന്താവും? ഡസൻ ലൈക്ക് എന്നാവും. അപ്പോൾ ഇത് നെഗറ്റീവ് ആക്കണമെങ്കിൽ ഐ ഡു നോട്ട് ലൈക്ക് പ്ലേയിങ് ഫുട്ബോൾ എന്നാവും. അതുപോലെ ഇവിടെ ഹി ഡസ് നോട്ട്. അതെന്താ ഡസ് നോട്ട് എന്ന് പറയാൻ കാര്യം? തേർഡ് പേഴ്സൺ സിംഗുലർ ആയതുകൊണ്ടാണ് എസ് വരുന്നത്. ഈ എസ് ഡൂവിൽ ചേർക്കുമ്പോഴാണ് ഡസ് ആകുന്നത്. അപ്പം ഹി ഡസ് നോട്ട് ലൈക്ക് പ്ലേയിങ് ഫുട്ബോൾ. പിന്നെ ഇതിന് ഷോർട്ട് ഫോം ആണ് ഡോണ്ട്. ഷോർട്ട് ഫോം ഡോണ്ട്. ഇവിടെ വരുമ്പോൾ ഷോർട്ട് ഫോം ഡസൻറ്റ്. ഇതാണ്. അപ്പോൾ ഇത് കുറച്ച് എക്സർസൈസ് ചെയ്യണം. നമുക്ക് നാളെ ചെയ്യാം. തൽക്കാലത്തേന് 1-2 എണ്ണം കൂടെ നമുക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ
ഇത്ര ആയല്ലോ നെഗറ്റീവ്. ഇനി ഇതിനകത്ത് സാധാരണ വരുന്നൊരു തെറ്റുണ്ട്. ഈ സിമ്പിൾ പ്രസൻറ്റൻസിൽ സാധാരണയായിട്ട് വരാവുന്നൊരു തെറ്റ് എന്നാണെന്നറിയാം. ഇപ്പം നമ്മളിങ്ങനെ പറയും, ഹീ ഡസ് നോട്ട് എൻജോയ് ഫിലിംസ്. ഇങ്ങനെയാണ്, അവന് ഫിലിം ഇഷ്ടമില്ല. പക്ഷേ ഇതിങ്ങനെയുള്ളപ്പം ഇവിടെ യെസ് ഇങ്ങനെ മാറ്റി എന്നുള്ള കാര്യം മറന്നുപോകും. എന്നിട്ട് എന്നാ പറ്റുമെന്നറിയാമോ? ഹീ ഡസ് നോട്ട് എൻജോയ്സ്. ഈ യെസ് അവിടെ കിടക്കും. അതൊരു തെറ്റാണ്. സാധാരണ വരുന്നത് ഹീ ഡസ് നോട്ട് എൻജോയ്സ്. കാരണം നമ്മൾ പഠിച്ചിട്ടില്ലേ ക്രിയയുടെ അവസാനം യെസ് വേണം. പക്ഷെ അതിവിടുന്ന് മാറിയ കാര്യം നമ്മൾ മറന്നു. മനസ്സിലായോ? അപ്പം അത് മറക്കരുത്. അപ്പം ഇവിടെ ഡസ് വന്നു കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ എസ് ഇല്ല, ആ എസ് ആണ് ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഹി ഡസ് നോട്ട് എൻജോയ് എന്ന് വേണം പറയാൻ. മനസ്സിലായോ? അത്രയുള്ളൊരു പോയിൻറ്റ്സ്, ഒരു പ്രോബ്ലമായിട്ട് പറയാൻ പറ്റുമോ? ഇനി നമുക്ക് ഒന്ന് രണ്ടെണ്ണം ചെയ്ത് നോക്കാം. ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി. അതിൻ്റെ നെഗറ്റീവ് എന്നായിരിക്കും? എഴുതിയെടുത്തു. ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി. അവൾ നന്നായി പാടുന്നു. നമ്മുടെ അതിൻ്റെ നെഗറ്റീവ് എന്നായിരിക്കും? ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി. പിന്നെ നെഗറ്റീവ് എന്താ? ഷീ ഡസ് നോട്ട്. പിന്നെ വരുന്നത് സിങ്. എന്താ കാര്യം? നമ്മൾ ഈ എസ് എടുത്ത് മാറ്റി ഇവിടെ കൊണ്ടുവന്നു. എസ് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഇവിടെ ചേർത്തു. ഇതുണ്ടോ? ആ എസ് ആണ് ഈ കിടക്കുന്നത്. സിങ് ബ്യൂട്ടിഫുൾ. അതാണ് നമ്മൾ മറന്നു പോകും. മറക്കും ചിലപ്പോഴൊക്കെ നമ്മൾ മറന്നു പോകും. അത് സാരമില്ല, നമ്മൾ ഓർത്താൽ മതി. ദ ഡോഗ് ബാർക്സ് ലൗഡ്ലി. വേറെ ഒന്നും. ദ ഡോഗ് ബാർക്സ് ലൗഡ്ലി. അങ്ങനെ ഒരു സെൻറ്റൻസ് ഉണ്ടെന്ന് ഇരിക്കട്ടെ. ഇതിന് നെഗറ്റീവ് എന്നായിരിക്കും? ദ ഡോഗ് ഡസ് നോട്ട് അല്ലെ ഡസിൻറ്റ് ബാർക്കാണോ ബാർക്സ് ആണ് ഇനി വരുന്നത്? ബാർക്ക്. കാര്യം എന്നാ? യെസ് എടുത്ത് ഇവിടെ കൊണ്ടുവന്നു. ഇതാ യെസ് കിടക്കുന്നു. ബാർക്ക്. അതാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒത്തിരി സ്ഥലത്ത് ഇങ്ങനത്തെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, വേറെ എണ്ണം നമ്മൾ പറയാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ പറയാം, ഹി ഡ്രിങ്ക്സ് കോഫി ഇൻ ദ മോർണിംഗ്. ഹി ഡ്രിങ്ക്സ് കോഫി. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് എന്നായിരിക്കും? ഡ്രിങ്ക്സ്. യെസ് ഉണ്ട്. അപ്പം ഡസ് നോട്ട് ഡ്രിങ്ക്. പിന്നെ ഡ്രിങ്ക്സ് എന്ന് പറയരുത്. ഇതാണ് ഇതിൻ്റെ നെഗറ്റീവ്. ഡസ് നോട്ട് ഡ്രിങ്ക്. ഡു വരുമ്പോൾ അതൊരു പ്രശ്നമല്ല. ഡൂവിനകത്ത് നമ്മൾ ടെൻസ് മാർക്കൊന്നുമില്ല. അതുകൊണ്ട് ആ ഡു അങ്ങ് ചേർത്ത് എഴുതിയാൽ മതി. ഇപ്പോൾ ഒരു സ്ഥലത്ത് പിന്നെ ഒരു ചെറിയ കുഞ്ഞ് പ്രോബ്ലം വരും. അതെവിടെയാണ്? തേർഡ് പേഴ്സൺ സിംഗുലർ. ഇപ്പോൾ തേർഡ് പേഴ്സൺ സിംഗുലറിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസിൽ നെഗറ്റീവ് ഉണ്ടാക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ നെഗറ്റീവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മളൊരു ഡൂവിനെ സഹായം തേടും. അങ്ങനെ ഡു വന്നു കഴിയുമ്പോൾ ടെൻസ് മാർക്കറിനെ എസ് എടുത്ത് ഡൂവിൽ ചേർക്കണം. ആ ഡു പിന്നെ അത് ഡസ് ആവും. പിന്നെ ടെൻസ് മാർക്കർ അവിടെ ഇല്ല. അതുകൊണ്ട് ഡസ് സിങ്സ് എന്ന് പറയരുത്, ഡസ് ഈറ്റ്സ് എന്ന് പറയരുത്, ഡസ് ഡ്രിങ്ക്സ് എന്ന് പറയരുത്, ഡസ് പ്ലേസ് എന്ന് പറയരുത്. കാരണം ആ എസ് നമ്മൾ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോകും. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ശരി, നാളെ നമുക്ക് കുറച്ച് എക്സർസൈസ് ഒക്കെ ചെയ്യാം. അന്നേരത്തേക്ക് നമുക്കത് കുറച്ചുകൂടെ മനസ്സിലാവും. നിങ്ങൾ തന്നെ ഞാൻ പറയല്ലോ, ഒരു ഗ്രാമർ ബുക്ക്, ഏറ്റവും നല്ലൊരു ഗ്രാമർ ബുക്ക് ഇന്നും നിലനിൽക്കുന്നത് റൺ ആൻഡ് മാർട്ടിൻ തന്നെയാണ്. ഹൈസ്കൂൾ ഇംഗ്ലീഷ് ഗ്രാമർ. അതിനകത്ത് ഒത്തിരി എക്സർസൈസുകളൊക്കെ ഉണ്ട്. വേറെ എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ബുക്ക് എടുക്കാം. എക്സർസൈസ് വേണമെന്ന് മാത്രം. അങ്ങനെ എക്സർസൈസുകൾ ചെയ്ത് ഈ നെഗറ്റീവ് നമുക്കൊന്ന് ഉറപ്പിക്കാം.
അത് തേർഡ് പേഴ്സൺ സിംഗുലറിലുള്ള എസ് ഡൂവിൻ്റെ കൂടെ ചേരുമ്പോൾ അത് ഡസ് ആവുന്നു. അതിനുശേഷം ബാക്കി വെർബിൻ്റെ അവസാനം അവിടെ എസ് ഇല്ലെന്നും എന്നുള്ളത് നല്ലപോലെ ഒന്ന് ഉറക്കണം. മനസ്സിലായി? പോയിന്റ് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഒറ്റവാക്ക് ടെൻസ്, ലൈക്ക് ഒറ്റ വാക്കുള്ളൂ, ലൈക്സ് ഒറ്റ വാക്കുള്ളൂ. ഇതിനെ നെഗറ്റീവ് ആക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ ഡൂവിൻ്റെ സഹായം വേണം. അങ്ങനെ ഡൂവിൻ്റെ സഹായം എടുത്തു കഴിയുമ്പോൾ തേർഡ് പേഴ്സൺ സിംഗറിലുള്ള എസ് ഡൂവിൻ്റെ കൂടെ ചേരുകയും ആ ഡൂ പിന്നെ ഡസ് ആവുകയും ചെയ്യുന്നതുകൊണ്ട് ബാക്കി വെർബിൻ്റെ അവസാനം ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം നിങ്ങളത് ശരിക്കും ഒരു എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുമല്ലോ. ഓക്കെ.